ആരാണ് യഥാർത്ഥത്തിൽ ലൂസിഫർ? സ്വർഗത്തിലെ ഏറ്റവും പ്രകാശമുള്ള ആ മാലാക എങ്ങനെയാണ് ഒറ്റ രാത്രി കൊണ്ട് സാത്താനായി മാറിയത്? ലോകം ഇന്നും ഭയത്തോടെ മാത്രം ചർച്ച ചെയ്യുന്ന ആ വലിയ രഹസ്യത്തിന് പിന്നിൽ എന്താണ്? പ്രാചീന റോമൻ കാലഘട്ടത്തിൽ ശുക്രഗ്രഹത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന വെളിച്ചം കൊണ്ടുവരുന്നവൻ എന്ന ലത്തീൻ നാമമാണ് പിന്നീട് ലൂസിഫർ ആയി മാറിയത്. മനുഷ്യന്റെ സൃഷ്ടിക്ക് മുമ്പ് ദൈവത്തിന്റെ സിംഹാസനത്തിന് അടുത്തു നിന്നിരുന്ന മുഖ്യദൂതൻ. തലയിൽ പ്രകാശത്തിന്റെ കിരീടവുമായി തേജസ്സുള്ള മുഖത്തോടുകൂടി അവൻ തിളങ്ങി നിന്നിരുന്നു. ദൈവത്തിന്റെ മഹത്വവും ശക്തിയും നേരിട്ട് കണ്ടറിഞ്ഞിട്ടും താനും ദൈവത്തെ പോലെ അല്ലെങ്കിൽ അതിലും വലുതാകണം എന്ന ചിന്ത അവനിൽ പതിയെ രൂപപ്പെടുകയായിരുന്നു. ദൈവത്തിന്റെ പദവി കിട്ടാൻ ദൈവത്തോട് തന്നെ മത്സരിച്ചു. തുടർന്ന് സ്വർഗത്തിലെ മറ്റു മാലാകമാരെയും കൂട്ടുപിടിച്ച് ദൈവത്തോട് യുദ്ധത്തിനിറങ്ങി. അവസാനം യുദ്ധത്തിൽ പരാജയപ്പെട്ട് മിന്നൽ പോലെ അവൻ ഭൂമിയിലേക്ക് എറിയപ്പെടുകയായിരുന്നു. ആ വീഴ്ചയോടെ അവന്റെ പ്രകാശം നഷ്ടപ്പെടുകയും കറുത്ത ചിറകുകളുള്ള ഭീമാകരമായ പിശാചായി അവൻ മാറുകയും ചെയ്തു. തുടർന്ന് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ലൂസിഫറിന് മനുഷ്യനോട് വലിയ അസൂയ തോന്നി. അങ്ങനെ അവൻ ഏദൻ തോട്ടത്തിൽ സർപ്പത്തിന്റെ രൂപത്തിലെത്തി മനുഷ്യനെ വഞ്ചിച്ചു. ബൈബിളിലും ജോൺ മിൽട്ടണിന്റെ പാരഡൈസ് ലോസ്റ്റ് ഇതിഹാസത്തിലും ഇത് വ്യക്തമാക്കുന്നുണ്ട്. ഇത് ലൂസിഫർ പറയുന്നു, സ്വർഗത്തിൽ ദാസനാകുന്നതിനേക്കാൾ നല്ലത് നരകത്തിൽ രാജാവാകുന്നതാണ്. പ്രകാശത്തിന്റെ ദൂതനായ ഈ ലൂസിഫറും അമേരിക്കയിലെ സ്റ്റാറ്റ്യൂ ഓഫ് ലിബർട്ടിയുടെ കിരീടവും തമ്മിലുള്ള ആ വലിയ മിസ്റ്ററി എന്താണ്?